ജീവിതത്തിൽ സമാധാനം വേണോ, നിർഭയത്വം വേണോ? അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ. ഈമാൻ ഉണ്ടാവണേ, ആ ഈമാനിന്റെ കൂടെ ദുൽമ് വരല്ലേ, അക്രമം വരല്ലേ. ഏതാണ് ദുൽമ്? യാ ബനിയ്യ ലാ തുശ്രിക ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കാണ് ഏറ്റവും വലിയ അക്രമമെങ്കിലോ അതില്ലാത്ത വിശ്വാസമുണ്ടോ? ഉലൈക ലഹുമുൽ അംനു. അവർക്കാണ് നിർഭയത്വമുള്ളത്. ആ നിർഭയത്വമാണ് ബദറിന്റെ രണഭൂമിയിൽ നമ്മൾ കണ്ടത്. മൂന്നിരട്ടി വരുന്ന ശത്രുസേനയോട് മുന്നിലൂടെ കടന്നു വരുമ്പോ ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ബദരീങ്ങൾ കടന്നു വരുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഇബ്രാഹിം നബിക്ക് നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിലെ നിർഭയത്വം വന്നു. ഹസ്ബി അല്ലാഹ്. മൂസ അലൈഹിസ്സലാമിന് ചെങ്കടലിന്റെ മുന്നിൽ വന്നപ്പോ പിന്നിൽ ഫിർഔനിന്റെ പട്ടാളങ്ങളെ കണ്ടപ്പോ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ അല്ലാഹ് എനിക്കുണ്ടെന്ന് പറഞ്ഞ മൂസാ നബി ബദരീങ്ങളുടെ നിർഭയത്വവും അത് തന്നെയാണ്. പട്ടിണികളാണ് ദിവസങ്ങളായി, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷമാണ്, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്, ആയുധങ്ങളില്ല. പ്രിയമുള്ളവരെ, 300 ചില്ലാനം ആളുകൾ 60 ചില്ലറ ഒട്ടകത്തിന് മേലാണ് യാത്ര തിരിച്ചതെങ്കിൽ മഹാഭൂരിപക്ഷവും നടന്നിട്ടാണ് യാത്രയെങ്കിലോ 17 ഒട്ടകങ്ങൾ വരെ അറുത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള 1000-ന് മേലെ വരുന്ന ശത്രുസേനയോട് പോരടിക്കുമ്പോ ബദരീങ്ങളോട് തേടുന്നവരെ എന്തിനാ ബദർ നടന്നതെന്നറിയാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിന് അല്ലാഹു ഉറക്കി കിടച്ചുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാണ്? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണ് സഹാബത്തിന് ഉറക്കിയത് എങ്കിലോ ഉറക്കമില്ലാത്ത ലോകത്തിന്റെ പ്രവാചകനോ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. നേർക്ക് നേരെ കൈകൾ പിടിക്കുന്നവരുണ്ട്, മുഖത്തിന് നേരെ കൈകൾ പിടിക്കുന്നവരുണ്ട്. കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരു കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടുകൂടെ തേടിയത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ ഭാര്യമാരെ വിധവകളാകുമോ, മക്കളെ യതീമുകളാകുമോ, കൊച്ചുമദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് പേടിയില്ല. ലം തുഅബദ് അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണു പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിടിക്കുമ്പോ കാണുന്ന കാഴ്ചയാണെങ്കിലോ പിന്നിൽ നിന്ന് വാരിപ്പുണർന്നിട്ട് പറഞ്ഞില്ലേ മതി റസൂലേ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് പ്രവാചകന്റെ തേട്ടമെന്നറിയോ? അവരുടെ ത്യാഗങ്ങളെന്നറിയോ? ദ്വന്ദ്വ യുദ്ധത്തിലൂടെ ആദ്യമായി ജീവൻ പൊലിഞ്ഞു പോയ ഉബൈദ റളിയല്ലാഹു അൻഹു യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിയിട്ട് കടങ്കാലിന് വിട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിനെ വാരിയെടുത്ത് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലോട് കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ബദർ യുദ്ധ കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാനെ മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങൾ തോറ്റുപോകുന്ന പുഞ്ചിരി അത് ലോകത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിലോ ആ കണ്ണൊന്ന് പാടുകയാണ്, നിറഞ്ഞൊലിക്കുകയാണ്.
ആണ്. അവിടുന്ന് പറഞ്ഞില്ല ഉബൈദ, കൊഞ്ചം ബദർ പോച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേത്തേനേ. നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ, എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ. എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സെട്ടാവായ അല്ലാഹ്, സകലതരാധരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ, ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്. എന്തിനാ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പാറനിബിഡമായ മക്കയുടെ മണ്ണില് പീഡനങ്ങൾ അനുഭവിച്ചത് എന്തിനാണ്? ഖുൽ ഇന്നമാ അജൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടൂ എന്ന് പറഞ്ഞതിന്റെ പേരില് ഉമ്മാന്റെ ഗോത്രക്കാരെ താമസിക്കുന്ന തായിഫിന്റെ മണ്ണില് ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോ കൂടെയുണ്ടായിരുന്ന സഹാബി വന്ന് പറഞ്ഞില്ല നബിയെ, ഒരു തുള്ളി ദാഹജലം പോലും അവര് തന്നില്ല റസൂലേ എന്ന് പറയുമ്പോ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാല് പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിൽ, 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ, എന്റെ ചിറക് കണ്ടോ, ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? ഒരു വാക്ക് തന്നാല് പോരെ നബിയേ, അവരെ ഞാൻ നശിപ്പിച്ചുകൊള്ളാ യാ റസൂലല്ലാഹ്. വേണ്ട ജിബ്രീലേ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകന് അല്ലാഹുമ്മ അഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് പൊറുച്ചു കൊടുക്കല്ലാ, അറിവില്ലാത്തവരാണ് റബ്ബേ. എന്തിനാ ഹബീബിന്റെ നൊമ്പരങ്ങളോ? പ്രിയമുള്ളവരെ, പുല്ലാളൂരിന്റെ സംസാരത്തിന് സമാപനം കുറിക്കുമ്പോ ഇതാരോടുമുള്ള വാശിയല്ല, ആരോടുമുള്ള വൈരാഗ്യമല്ല. പുണ്യമോന്, മരണത്തിന് ശേഷം ഒറ്റപ്പെടുന്ന ജീവിതം നമ്മളുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലൂടെ കണ്ണു നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലെ സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തു കെട്ടിക്കിടക്കുമ്പോ കണ്ണെത്താ ദൂരങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന അള്ളാന്റെ മലായിക്കത്തുകളെ കാണുമ്പോ വേണ്ടാട്ടോ റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോടെ വിട പറയുന്ന രംഗമാണ്, എല്ലാം അവസാനിക്കുന്ന രംഗമാണ്. വക്കീലമൻ ഇനി ചികിത്സ നടത്താൻ ആരെങ്കിലുമുണ്ടോ? അറ്റകൈ പ്രയോഗിക്കാൻ ആരെങ്കിലുമുണ്ടോ? എങ്ങനെയെങ്കിലും ഈ ദുനിയാവിലൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇല്ല. അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ, മരണമാണെന്ന് മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാ. അസഹ്യമായ വേദനയാണെങ്കിലോ, ആരാരും അറിയുന്നില്ലെങ്കിലോ, ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്.
നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയമടക്കപ്പെടുന്നത് എന്ന വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോ പ്രിയപ്പെട്ടവള് കരയുന്നുണ്ട്. എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയില്ല, സഹോദരന്മാരില്ല, ബന്ധുമിത്രാദികളില്ല. ആ പോകുന്ന മനുഷ്യനീനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തിലോ അങ്ങേ തലക്കലാടിയുരയുന്ന മയ്യത്ത് കെട്ടിലോ എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, പാതിരാവിലെ ഖബർസ്ഥാനം മുഴുവനോ ഇരുട്ട് വരക്കുമ്പോഴും ഒറ്റക്കാ. പ്രിയമുള്ളവരെ, അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. മരണശേഷം നിർഭയത്വം വേണോ? തൗഹീദ് നിർബന്ധമാണ്. 7-ാം അധ്യായമാണ് 37-ാമത്തെ ആയത്ത്. റൂഹ് പിടിക്കുമ്പോ റബ്ബിന്റെ മലക്കുകൾ ചോദിക്കൂലേ, അയ്നമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, റബ്ബല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? അവരൊക്കെ ഞങ്ങളെ കൈവിട്ടു പോയി റബ്ബേ. ഖബറിലെ ഏറ്റവും മാരകമായ അദാബ് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ശിർക്ക് ചെയ്തവന്റെ ഖബറിൽ നടക്കുന്ന അദാബ് നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ സഹോദരന്റെ ജനാദ ഖബറിൽ വെക്കാൻ കഴിയൂല. സിറാത്ത് പാലം കടന്നിട്ടല്ലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. ശിർക്ക് ചെയ്തവരാണോ സിറാത്ത് പാലം പോലും അല്ലാഹു കയറ്റൂല. എന്തിനെന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ലോകമാന്യതയില്ലേ, റിയാ ഇല്ലേ, അത് ശിർക്കുൽ അസ്ഗറാണ്. അവൻ പോലും സിറാത്ത് പാലത്തിൽ കയറൂല. 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്ത്. ശിർക്ക് ചെയ്തവരുണ്ടോ? ഒരു കാലത്തും മോചനമില്ലാതെ നരകത്തില. അല്ലാഹു സ്വർഗം ഹറാമെന്ന് പറഞ്ഞത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കാൻ, അറിയാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളൊരു ശ്രമം നടത്താം. പഠനവിധേയമാക്കുക കാര്യങ്ങളെ, ഒരുപാട് വിഷയങ്ങളെ. എനിക്ക് തോന്നുന്നു ഇവിടെ പുല്ലാളൂര് ഇത് 3-ാമത്തെ തവണയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കൂടുതൽ വിഷയങ്ങളെ പലതവണ നമ്മൾ പ്രതിപാദിച്ചു. ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും നമ്മൾ ശ്രദ്ധിക്കാം. വാശിയും വൈരാഗ്യങ്ങളൊക്കെ വിട്ട് എൻ്റെ ഖബറിനാണെന്ന ചിന്താഗതി ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാടുന്ന നരകത്തിൻ്റെ വിറകാക്കി ഞങ്ങളുടെ ആരെയും നീ മാറ്റല്ല അല്ലാ. സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. വ്യത്യസ്തമായ ദഅവ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകമാന്യതയുടെ റിയാഇന്റെ ഒരു തരിമ്പ് പോലും ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ ഇട്ടു തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.